നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്പർ ലൈൻ വെച്ചാണ് നിർത്തിയത്. ഇന്ന് ആ നമ്പർ ലൈൻ വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? അരിത്തമെറ്റിക്സ് ഓഫ് നമ്പേഴ്സ്. കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക. നിങ്ങൾക്കറിയാം, നിത്യജീവിതത്തിൽ ചെയ്യുന്നതാണ് നമ്പറുകളെ തമ്മിൽ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും ഒക്കെ. പക്ഷേ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള കൂട്ടലും കുറയ്ക്കലും, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അറിയാം എന്നുള്ളൊരു ബോധത്തിൽ ഞാൻ സൈൻഡ് ആയിട്ടുള്ള നമ്പറുകളുടെ ഈ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സൈൻഡ് എന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങളുള്ളത്, അതായത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ലൈൻ്റെ ഉദാഹരണത്തിൽ നിന്ന് നമുക്കും അറിയാം, ഇവിടെ 0, ഇതിൽ നിന്ന് നേരെ റൈറ്റോട്ട് പോകുമ്പോൾ മൊത്തം പോസിറ്റീവ് നമ്പറാണ്. അങ്ങനെ അനന്തതയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നേരെ ലെഫ്റ്റിലോട്ട് പോകാൻ നേരത്ത് മൊത്തം നെഗറ്റീവ് നമ്പറാണ്. അറിയാവുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ നമ്പറുകൾ തമ്മിലുള്ള ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഇനി ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്, നിങ്ങൾ എപ്പോഴും ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. 5നോട് ഞാൻ 3 കൂട്ടിയാൽ എത്ര കിട്ടും? എളുപ്പമായി പോയല്ലേ? 8. തീർച്ചയായും നിങ്ങൾക്കറിയാം 8. 5നോട് ഞാൻ 3 കുറച്ചാൽ എത്ര കിട്ടും? എത്ര കിട്ടും? 5നോട് 3 കുറച്ചാൽ 2 അല്ലേ? അപ്പോൾ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളോട്. -5നോട് ഞാൻ -3 കൂട്ടിയാൽ എനിക്ക് എത്ര കിട്ടും? അതേപോലെ തന്നെ -5നോട് ഞാൻ 3 കൂട്ടിയാൽ എത്ര കിട്ടും? ഇതും എളുപ്പം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ സംശയമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു നിമിഷം കൊണ്ട് എല്ലാം മാറാൻ പോവുക. കണ്ടോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമേ മനസ്സിലാവുന്നില്ല എങ്കിൽ ഞാനൊരു ഉദാഹരണത്തിന് നമ്മുടെ പണ്ടത്തെ ആ വ്യക്തിയെ എടുക്കാൻ പോവുകയാണ്. ഏതാണ് വ്യക്തി? നമ്മുടെ സ്വന്തം കുട്ടപ്പൻ. കുട്ടപ്പൻ നിൽക്കുന്നത് 0-ലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. ആദ്യത്തെ കേസ് ഞാനൊരു ഉദാഹരണം പറയാം കേട്ടോ, ഒരു വിഷ്വലൈസേഷൻ തരുക നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പത്തിന് വേണ്ടി. നമ്മൾ ആദ്യത്തെ കേസ് എടുക്കാം. 5 + 3 8 എന്ന് പറയുന്നത് എങ്ങനെ നമുക്കിതിൽ വിഷ്വലൈസ് ചെയ്യാം? 5 + 3 8 എന്ന് പറയുന്നത് നമ്മുടെ കുട്ടപ്പൻ 5-ലാണ് നിൽക്കുന്നത്. അതെ, 5-ലാണ് നിൽക്കുന്നത്. 5-ൽ നിൽക്കുന്ന കുട്ടപ്പനെ ഞാൻ വരച്ചു. ഓക്കെ, നമ്മുടെ കുട്ടപ്പൻ 5-ൽ നിൽക്കുന്നു. 5-ൽ നിന്ന് 3 കൂടുതൽ പോയി. അതായത് 5-ൽ നിൽക്കുന്ന കുട്ടപ്പൻ 3 കൂടുതൽ പോയി. ഇവിടുന്ന് 1 ചാടി, 2 ചാടി, 3 ചാടി. അതെ, 3 കിലോമീറ്റർ അപ്പുറത്ത് പോയെന്നൊക്കെ പറയുന്ന പോലെ 5-ൽ നിൽക്കുന്ന കുട്ടപ്പൻ 3 കിലോമീറ്റർ ചാടി. അപ്പോൾ എത്രയിലെത്തി? 8-ലെത്തി അല്ലേ? അപ്പോൾ കുട്ടപ്പൻ 8-ലെത്തി തീർച്ചയായും. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് എത്രയാണ്? രണ്ടാമത്തെ കേസ് എങ്ങനെയാണ്? രണ്ടാമത്തെ 5 - 3 എന്ന് പറയുന്നത് 2. അത് നമുക്കറിയാം. 5-ൽ നിൽക്കുന്ന കുട്ടപ്പൻ 3 പുറകോട്ട് പോയി. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, മൈനസ് എന്ന് പറയുന്നത് നിങ്ങൾ പുറകോട്ട് എന്നുള്ള ഒരു അർത്ഥത്തിൽ എടുക്കുക. നമ്മളിവിടെ 0യുടെ ആണെങ്കിൽ ഇവിടെ -1 എന്ന് പറയാൻ നേരത്ത് പുറകോട്ട് 1 പോയി, +1 എന്ന് പറയാൻ നേരത്ത് നമ്മൾ മുമ്പിലോട്ട് 1 പോയി. അപ്പോൾ പുറകോട്ട് മുമ്പോട്ട് എന്നുള്ളൊരു കേസിൽ മൈനസിനെ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ 5-ൽ നിൽക്കുന്ന കൂട്ടൻ ഇവിടെ കണ്ടോ, 5-ൽ നിൽക്കുന്ന കൂട്ടൻ 3 പുറകോട്ട് പോയി. അതായത് 3 കിലോമീറ്റർ പുറകോട്ട്. 1 ചാടി, 2 ചാടി, 3 ചാടി. ഇപ്പോൾ നമ്മുടെ കുട്ടപ്പൻ നിൽക്കുന്നത് എവിടെയാണ്? നമ്മുടെ വ്യക്തി നിൽക്കുന്നത് 2-ലാണ്. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 2ആണ്. ഇതേ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നത്, ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് ഇതും കൂടെ മനസ്സിലാവാനാണ്. ഏത്? നമുക്ക് ഈ മൈനസ് വെച്ചുള്ള കാര്യങ്ങളും കൂടെ എളുപ്പം മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് പറഞ്ഞു തന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ. -5 + -3. അപ്പോൾ നമ്മുടെ കുട്ടപ്പൻ ആദ്യം എവിടെ നിൽക്കുന്നത്? -5-ലാണ് നിൽക്കുന്നത്. വരയ്ക്കാം നമുക്ക് കുട്ടപ്പൻ നിൽക്കുന്നത് -5-ലാണ്. ദേ നിൽക്കുന്നു കുട്ടപ്പൻ. നമ്മുടെ കുട്ടപ്പൻ -5-ലാണ് നിൽക്കുന്നത്. -5-ൽ നിന്ന് +-3, അതായത് -5-ൽ നിന്ന് നമ്മുടെ കുട്ടപ്പൻ 3 പുറകോട്ട് പോവുകയാണ്. പുറകോട്ടല്ലേ? പുറകോട്ട്, അതായത് 1 2 3 പിറകോട്ട് പോയി. 3 പിറകോട്ട് പോയപ്പോൾ കുട്ടപ്പൻ എവിടെ എത്തി? കുട്ടപ്പൻ ദാ നിൽക്കുന്നു 8-ൽ. എന്ത്-8-ൽ? -8-ൽ. അപ്പോൾ -8-ലാണ് നമ്മുടെ കുട്ടപ്പൻ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണ്? ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് -8. ഓക്കെ, കിട്ടിയില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാൻ നോക്കാം. -5 + 3 എത്ര? -5 + 3 എത്ര എന്ന് പറയാൻ നേരത്ത് -5-ലാണ് നമ്മുടെ കുട്ടപ്പൻ നിൽക്കുന്നത്. ഇവിടെ തന്നെയാണ് നമ്മുടെ കുട്ടപ്പൻ നിൽക്കുന്നത്. ഇനി കുട്ടപ്പൻ 3 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് ചെയ്യട്ടെ, മുമ്പോട്ട് പോവുകയാണ്. നേരത്തെ പിറകോട്ടായിരുന്നു 3 കിലോമീറ്റർ പോയത്. ഇപ്പോൾ ഇനി മുമ്പോട്ട് 3 കിലോമീറ്റർ പോകാൻ പോകുന്നു എന്ന് പറയാൻ നേരത്തെ എന്താ? കുട്ടപ്പൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി 1 2 3 കിലോമീറ്റർ മുമ്പോട്ട് ചാടി. ഇപ്പോൾ കുട്ടപ്പൻ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പോൾ കുട്ടപ്പൻ നിൽക്കുന്നത് -2-ലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉത്തരം -5
+3ന്റെ ഉത്തരമെന്ന് പറയുന്നത് എത്രയാണ്? -2 കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങളെല്ലാം പഠിച്ചു. അപ്പോൾ അരിത്തമെറ്റിക് കൂട്ടാനും കുറയ്ക്കാനും മൊത്തം അറിഞ്ഞു നിങ്ങളിപ്പോൾ. പക്ഷേ എപ്പോഴും നമുക്കിങ്ങനെ കുട്ടപ്പനെ വരച്ച് വിഷ്വലൈസ് ചെയ്യുന്നത് പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമുക്ക് കാരണവന്മാർ പറയുന്ന ആ രീതി ഇതിൽ നിന്നുണ്ടാക്കാം. അതായത് പോരട്ടെ, 2 നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഞാൻ ആ നമ്പറിനെ എന്ത് പറയാം? നമ്പറിനെ എ എന്ന് പറയുന്നു, രണ്ടാമത്തെ നമ്പറിനെ ബി എന്ന് പറയുന്നു. നമ്മൾ സാധാരണ എന്താ ചെയ്തുകൊണ്ടിരുന്ന എ+ബിയിൽ നിന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് ബി നമ്മൾ കൂട്ടുക അല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തതാണ് എ എന്ന് പറയുന്ന നമ്പർ, അതിന് -a ആണെന്ന് ഞാൻ പറഞ്ഞു, അതിനോട് ഞാൻ -b കൂട്ടുക. 2 കേസുകൾ. ഇവിടെ ഞാൻ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ ഞാൻ പ്ലസും മൈനസും ഒരുമിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ? അത് കണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇട്ട ഒരു കാര്യമാണ്. അതായത് പ്ലസും മൈനസും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അത് മൈനസ് ആണെന്നാണ് അർത്ഥം. അതായത് 5 + -3 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 5 - 3 എന്നർത്ഥം. അതായത് പ്ലസും മൈനസും ഒരുമിച്ച് വന്നാൽ അതിനെ നേരെ മൈനസ് ആക്കി അങ്ങോട്ട് മാറ്റുക. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഏത്? മൈനസും ഒരുമിച്ച് വന്നാൽ, 2 മൈനസ് ഒരുമിച്ച് വന്നാൽ അത് പ്ലസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് 5 - -3 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം 5 + 3 എന്നാണ്. ഈ 2 മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആയി. ഇത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് വെച്ച് പറയുകയാണെങ്കിൽ ഈ a + -b എന്ന് പറയുന്നതിനെ നമ്മൾ ഇവിടെ അങ്ങനെയാണ് എഴുതിയത് അല്ലേ? -5 + -3 എന്നാണ് നമ്മളിവിടെ എഴുതിയത്. അതും നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഏത്? ഈ പ്ലസ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. കാരണം പ്ലസും മൈനസും ചേരുമ്പോൾ മൈനസ് ആവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. അപ്പോൾ -a - b. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 2 കേസും ബന്ധപ്പെട്ടതാണ്. കാരണം a+b എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടീഷനിൽ പറഞ്ഞത് 5 + 3, ഇവിടെ ഇരുന്ന വ്യക്തി 3 കൂടുതൽ പോയി. അപ്പോൾ 5നോട് നമ്മൾ 3 കൂട്ടി. അതെ, a+b വരാൻ നേരത്ത് നമ്മൾ എന്തായാലും സംഗതിയെ കൂട്ടി. ഇവിടെ -a - b എന്ന് പറയാൻ നേരത്ത് എന്താ നടന്നത്? -a - b എന്ന് പറയാൻ നേരത്ത് ഇവിടെ -5 + -3, അതായത് ചിഹ്നം മാത്രം നെഗറ്റീവ് കിട്ടി. 5 3 നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. അതായത് നമ്മൾ എനെ ബി വെച്ച് കൂട്ടുക. ഇതിൻ്റെ പുറത്ത് നമ്മൾ മൊത്തത്തിൻ്റെ പുറത്ത് കിട്ടുന്ന ഉത്തരയില്ലേ a+b, അതായത് ഇവിടെ നേരത്തെ 8 കിട്ടിയ പോലെ അതിൻ്റെ പുറത്ത് നെഗറ്റീവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്? രണ്ടിനും സെയിം സൈൻ ആണെങ്കിൽ, നമ്മൾ കൂട്ടുന്നതോ കുറയ്ക്കുന്നതോ ആയിട്ടുള്ള സംഖ്യകളുടെ രണ്ടിൻ്റെയും ചിഹ്നം സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം അത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിൻ്റെ കോമൺ ആയിട്ടുള്ള ആ ഒരു ചിഹ്നം എടുത്തിടുക. അതായത് ഇവിടെ എയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ എൻ്റെ അർത്ഥം പോസിറ്റീവ് എന്നാണ്. ബിയുടെ ചിഹ്നവും പോസിറ്റീവാണ്. 2 പോസിറ്റീവും തമ്മിൽ ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം പോസിറ്റീവാണ്. ഇവിടെ ഇതിൻ്റെ ചിഹ്നം നെഗറ്റീവാണ്, ഇതിൻ്റെ നെഗറ്റീവാണ്. എന്താണ് നടന്നത്? ഞാൻ രണ്ടും തമ്മിൽ കൂട്ടി പൊതുവായ ചിഹ്നം, അതായത് പൊതുവായ ഈ നെഗറ്റീവ് ചിഹ്നം ഞാൻ എടുത്ത് ഇവിടെ ഇട്ടു. അത്രേ ഉള്ളൂ കാര്യം. മനസ്സിലായില്ലേ? ഓക്കെ, സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, എന്നിട്ട് ആ സെയിം സൈൻ എടുത്ത് അതിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത കേസ് ഞാൻ പറഞ്ഞുതരാം. a - b അല്ലെങ്കിൽ -a + b. ഈ 2 കേസ് നോക്കിയേ. ഇതെന്ന് പറയാൻ നേരത്ത് ഒരെണ്ണത്തിൻ്റെ ചിഹ്നം പോസിറ്റീവും അടുത്തതിൻ്റെ ചിഹ്നം നെഗറ്റീവുമാണ്. ഇവിടെ ഒരെണ്ണത്തിൻ്റെ ചിഹ്നം നെഗറ്റീവും അടുത്തതിൻ്റെ പോസിറ്റീവാണ്. അതായത് ഒരു ചിഹ്നം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും വരികയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനത്തെ കേസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ ആ കുട്ടപ്പൻ്റെ കാര്യത്തിലോട്ട് നമുക്ക് കിടക്കാം. കുട്ടപ്പൻ്റെ കാര്യത്തിൽ ഈ 2 കേസ് കണ്ടില്ലേ? ഇതാണ് അവിടെ. ഇവിടെ നടന്നത് എന്താണ്? ഇവിടെ എന്ന് പറയാൻ നേരത്ത് 5 നിന്ന് 3 കുറച്ചപ്പോഴത്തേക്കും നമുക്ക് 2 കിട്ടി. ഇവിടെ -5 നിന്ന് 3 കൂട്ടിയപ്പോഴത്തേക്കും നമുക്ക് -2 കിട്ടി. ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെ വന്നാലും രണ്ടും തമ്മിൽ കുറയ്ക്കുന്നതാണ്. 5 നിന്ന് 3 കുറയ്ക്കുന്നതാണ് എന്തായാലും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. കാരണം 2ലും 2 ആണ്. ഇവിടെ 2ൻ്റെ ചിഹ്നം എന്ന് പറയുന്നത്, രണ്ടിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇതിലേത് നമ്പറാണോ വലുത് അതിൻ്റെ ചിഹ്നമായിരിക്കും. ഇവിടെ 5 അല്ലേ വലുത് 3നേക്കാളും. അങ്ങനെ അപ്പോൾ 5ൻ്റെ ചിഹ്നം ഏതാ? പ്ലസ് ആണ്. ആ പ്ലസ് ഞാൻ ഉത്തരത്തിൽ ഇട്ട് കൊടുത്തു. ഇവിടെയോ 5ൻ്റെ ചിഹ്നം ഏതാ? നെഗറ്റീവ് അല്ലേ, മൈനസ് അല്ലേ? ആ ചിഹ്നം ഞാൻ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. സംഗതി സിമ്പിളാണ്. നമ്മൾ കുട്ടപ്പൻ്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടപ്പൻ ഇവിടെ ഇരിക്കുന്ന കുട്ടപ്പൻ 5 കിലോമീറ്റർ പുറകോട്ട് പോയി, അപ്പോൾ -5-ലെത്തി. പിന്നെ കുട്ടപ്പൻ 3 കിലോമീറ്റർ മുമ്പോട്ട് വന്നു, 3 കിലോമീറ്റർ മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ. അപ്പോഴും നമ്മുടെ കുട്ടപ്പൻ നിൽക്കുന്ന ഏതാ? നെഗറ്റീവ് ആയിട്ടുള്ളൊരു വാല്യൂ അല്ലേ, -2. അതാണ് നമ്മൾ പറയുന്നത് വലിയതിൻ്റെ ചിഹ്നം എടുക്കുമെന്ന്. എങ്ങോട്ടാണോ കൂടുതൽ പോകുന്നത് അതിൻ്റെ ചിഹ്നമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങോട്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് 5 കിലോമീറ്റർ കുട്ടപ്പം പോയിരുന്നു, അവിടെ നിന്ന് തിരിച്ച് 3 കിലോമീറ്റർ, -3 കിലോമീറ്റർ തിരിച്ചു വന്നു. അപ്പോഴും 2ലാണ് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ വലുതിൻ്റെ ചിഹ്നം ഏതാണോ അതാണ്
നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ ദൂരം നമ്മുടെ കുട്ടപ്പം പോയേക്കുന്നത്. അപ്പോൾ എ മൈനസ് ബി ആണെങ്കിലും മൈനസ് എ പ്ലസ് ബി ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും? എ മൈനസ് ബി ആണെങ്കിലും മൈനസ് എ പ്ലസ് ബി ആണെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യമാണ് കുറയ്ക്കുക. എയിൽ നിന്ന് ബി കുറയ്ക്കുക. കിട്ടിയ ഉത്തരത്തിന് നമ്മൾ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഇപ്പോൾ എ ആണ് വലുതെങ്കിൽ എയുടെ ചിഹ്നം ഇടുക, ബി ആണ് വലുതെങ്കിൽ ബിയുടെ ചിഹ്നം ഇടുക. ഞാനിവിടെ ഇങ്ങനെ ഒരു വട്ടം ഇട്ട് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ ഇടാം, യൂസ് സൈൻ ഓഫ് ബിഗസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് നമ്പർ. മനസ്സിലായില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ്റെയും കാര്യം നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റിപ്പീറ്റഡ് അഡീഷനാണ്. 5 × 3 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? 5 5 5 എന്ന് ഞാൻ 3 പ്രാവശ്യം എഴുതിയിട്ട് കൂട്ടുന്നതാണ് അല്ലേ? അത് തന്നെയാണ് എന്ത്? 3 3 3 3 3 എന്ന് ഞാൻ 5 പ്രാവശ്യം എഴുതി കൂട്ടുന്നത്. ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷനാണ്. 3 5 ചേർന്നപ്പോൾ എത്രയായി? അതാണ് 5ൻ്റെ 3 മടങ്ങ്. 3 5 പ്രാവശ്യം എഴുതിയപ്പോൾ 3ൻ്റെ 5 മടങ്ങ് എത്രയാണ്? അതാണ് 5 × 3 3 × 5 സെയിം സാധനം. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് -5 × 3 ആയിരുന്നെങ്കിലോ, ഒരു ചിഹ്നം നെഗറ്റീവ് ഒരെണ്ണം 3 ആണെങ്കിലോ, ഇതിൻ്റെ അർത്ഥം സെയിം തന്നെ. -5 -5 -5 3 പ്രാവശ്യം ഞാൻ -5 എഴുതി, അത് തമ്മിൽ കൂട്ടി. അപ്പോൾ നമ്മുടെ കുട്ടപ്പൻ്റെ കാര്യത്തിൽ ആലോചിച്ചാൽ എളുപ്പമായിരിക്കും സാധനം. ഞാൻ വേറെ ഇതായിട്ട് വരയ്ക്കാം. കുട്ടപ്പൻ്റെ കാര്യം ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും സംഗതി. ഇവിടെ 0-ലിരിക്കുന്ന കുട്ടപ്പൻ -5 കിലോമീറ്റർ ചാടി, പിന്നെയും ഒരു -5 ചാടി, പിന്നെയും ഒരു -5 ചാടി. അതല്ലേ 3 പ്രാവശ്യം -5ൻ്റെ കൂട്ടുന്നതിന് അർത്ഥം. അപ്പം അങ്ങനെ മൊത്തം എത്രയാണ്? -15 എണ്ണം ചാടി. അപ്പോൾ ഉത്തരം എന്ന് പറഞ്ഞാൽ -15. മനസ്സിലായില്ലേ? ഇതെല്ലാം മൊത്തം ഈ സൈഡിലോട്ടാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യഥേഷ്ടം വളരെ എളുപ്പം പറയാൻ പറ്റുന്നൊരു കാര്യമാണ് എന്ത്? -5 × 3 എന്ന് പറയുന്നത് 5നെ 3 വെച്ച് ഗുണിക്കുക, കിട്ടുന്ന നമ്പർ 15. എന്നിട്ട് നമ്മൾ ആ നെഗറ്റീവ് ചിഹ്നം കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിൽ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവും. അതേസമയം ഇത് -5 × -3 ആയിരുന്നെങ്കിലോ, രണ്ടും മൈനസ് ആണെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് പോസിറ്റീവായിട്ടായിരിക്കും കിട്ടുക. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ്റെ റൂൾ എന്ന് പറയുന്നത്. a × b എന്ന് പറയുന്നത് -a × -b എന്ന് പറയുന്നത്, ഇത് രണ്ടും തരാൻ പോകുന്നത് എന്താണ്? a × b തന്നെയാണ്. കിട്ടുന്ന ഉത്തരത്തിൻ്റെ ചിഹ്നം പോസിറ്റീവ് ആയിരിക്കും. അതാണ് നമ്മുടെ ആദ്യത്തെ ലോ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനിൽ. എന്ത് നമ്മൾ പറയാം? സെയിം സൈൻ ആണെങ്കിൽ എന്ത് പറ്റും? അതായത് രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ഇവിടെ പ്ലസും ആയിരുന്നു രണ്ടിൻ്റെ സൈൻ, ഇവിടെ മൈനസും ആയിരുന്നു രണ്ടിൻ്റെ സൈൻ. അപ്പോൾ രണ്ടിൻ്റെ സൈൻ സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരത്തിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഇൻറ്റു എന്ന് പറയുമ്പോൾ ബിയുടെ സൈൻ ഇൻറ്റു അല്ലേ എന്ന്. ഇൻറ്റു എന്ന് പറയുമ്പോൾ ഒരു സൈൻ ഇല്ല, അത് നമ്മുടെ ഓപ്പറേഷനാണ്. സൈൻ എന്ന് പറയുന്നത് നമ്പറിൻ്റെ മുമ്പിലുള്ളതാണ്. ഇവിടെ ബിയുടെ മുമ്പിൽ എന്താണ്? ഒന്നുമില്ല. അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവ് സൈനാണ്. എയുടെ മുമ്പിൽ എന്താണ്? പോസിറ്റീവ് സൈനാണ്. രണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള നമ്പറുകളാണ്. ഇവിടെ അതേപോലെ എന്താണ് നടന്നത്? ഇവിടെ ബി നെഗറ്റീവ് ബി ആണ്, ഇവിടെ എ നെഗറ്റീവ് എ ആണ്. നമ്പറിലേയും വരയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് രണ്ടിൻ്റെ സ്ഥാന വ്യത്യാസം മനസ്സിലാവും. ഇവിടെയാണ് നിൽക്കുന്നത്, മറ്റേത് അവിടെയാണ് നിൽക്കുന്നത്. കാര്യം ഓക്കെയാണ്. അപ്പോൾ ഇത് ആദ്യത്തെ തിയറി. രണ്ടാമത്തെന്ന് പറയുമ്പോൾ രണ്ടും വിപരീതമായി വന്നാൽ, a × -b വന്നാൽ, അല്ലെങ്കിൽ -a × b വന്നാൽ എന്ത് ചെയ്യും? -a × b അല്ലെങ്കിൽ a × -b വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ചിഹ്നം നെഗറ്റീവാണ്. ഒരെണ്ണത്തിൻ്റെ ചിഹ്നം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കാര്യമാണ്. എന്താണ്? നമ്മളിവിടെ പറഞ്ഞ കാര്യമാണ്, ഉത്തരത്തിനൊരു നെഗറ്റീവ് സൈൻ വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായാലും a × b ചെയ്യുക, കിട്ടണ ഉത്തരത്തിനൊരു നെഗറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഡിവിഷൻ്റെ കാര്യം സെയിം തന്നെ. ഡിവിഷൻ എന്ന് പറയാൻ നേരത്ത് മൾട്ടിപ്ലിക്കേഷനൊക്കെ സെയിം ആണ്. അഡീഷനും സബ്ട്രാക്ഷനും സെയിം അല്ല. ഞാനിവിടെ നേരത്തെ പറഞ്ഞപ്പോൾ അഡീഷനും സബ്ട്രാക്ഷൻ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. നമ്മൾ മൊത്തം ചിഹ്നങ്ങൾ ചിലവാക്കുക. അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും തമ്മിൽ വ്യത്യാസമില്ല. രണ്ടും സെയിം സാധനം തന്നെയാണ്. കാരണം ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? എത്ര ഭാഗമുണ്ടെന്നാണ് ചോദിക്കുന്നത്. അതായത് 250 രൂപ എൻ്റെ കയ്യിൽ മൊത്തമുണ്ട്, ഞാനത് 5 പേർക്ക് വീതിച്ചു കൊടുക്കണം. അപ്പം ഞാൻ 250 5 വെച്ച് ഡിവൈഡ് ചെയ്യും. ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 250നെ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇതെന്ന് പറയുന്നത് എന്താ? ഒരാൾക്ക് എത്ര കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. 250 മൊത്തം രൂപയെ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ ഒരാൾക്ക് എത്ര കിട്ടി? എത്രയാ? 50 രൂപ കിട്ടി അല്ലേ? 50നെ നമ്മൾ 5 പ്രാവശ്യം എഴുതി കൂട്ടാൻ നേരത്ത് എനിക്ക് കിട്ടാൻ പോകുന്നത് എത്രയാ? 250 ആണ്. അതാണിത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഡിവിഷൻ എന്ന് പറഞ്ഞത്
റിവേഴ്സാണ്, മൾട്ടിപ്ലിക്കേഷൻ്റെ റിവേഴ്സാണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ രണ്ടിൻ്റെ ചിഹ്നത്തിൻ്റെ കാര്യവും സെയിം ആയിരിക്കും. അപ്പോൾ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്? എ ഡിവൈഡഡ് ബൈ ബി, ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത്. എ ഡിവൈഡഡ് ബൈ ബി ഇതെന്ന് പറയുന്നത് രണ്ടും സെയിം സൈനാണ്. അതേപോലെ തന്നെ -a ഡിവൈഡഡ് ബൈ -b, ഇതിൻ്റെ രണ്ടിൻ്റെയും കേസ് എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പോലെ തന്നെ, മൾട്ടിപ്ലിക്കേഷനിലെ സെയിം സൈൻ വന്നാൽ എന്താ പറ്റുക? രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് പോസിറ്റീവ് സൈൻ ഇടുക. ഇവിടെ നേരെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. പോസിറ്റീവ് ആണെങ്കിൽ ഇടണമെന്ന് നിർബന്ധമില്ല, ചുമ്മാ കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ പറയാം? സെയിം സൈൻ ആണെങ്കിൽ സെയിം സാധനം തന്നെ, ഇവിടെ എഴുതിയ അതേ സാധനം തന്നെ, സെയിം സൈൻ ആണെങ്കിൽ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ എന്ത് പറ്റും? ഇതിന് ഡിഫറൻറ്റ് സൈൻ, അതായത് -a/b അല്ലെങ്കിൽ a/-b, ഇങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഞാൻ ഡിവൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ -a-നെ ഞാൻ b വെച്ച് ഹരിക്കുകയാണ്, അല്ലെങ്കിൽ a-നെ ഞാൻ -b വെച്ച് ഹരിക്കുകയാണ്. ഇങ്ങനത്തെ കേസിലൊക്കെ രണ്ടും ഡിഫറൻറ്റ് സൈനാണ്. അങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്തതുപോലെ തന്നെ എന്താ നടക്കുക? a-നെ എന്തായാലും b വെച്ച് ഇതാക്കുക, കിട്ടുന്ന ഉത്തരത്തിന് ഒരു മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. ഡിവൈഡ് ചെയ്യുക, മൈനസ് സൈൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ കിട്ടി. നമ്മൾ എന്തൊക്കെ ഇപ്പോൾ പഠിച്ചത്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ്റെ നമ്മൾ സൈൻഡ് ആയിട്ടുള്ള ഡാറ്റയിൽ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഈ ഓപ്പറേഷൻസ് ചെയ്യുക എന്ന് മനസ്സിലാക്കി. അപ്പോൾ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേഷൻ നമ്മൾ നോക്കി. ഇതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. അതായത് ഇത്തരം കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യണ ഒരു വീഡിയോ ആണ് അടുത്തത്. അതിൽ ഇത്തിരി ക്വസ്റ്റ്യൻ ചെയ്യും, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് പറഞ്ഞത് ഒന്നും കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. സുഖമല്ലേ? അരിത്തമെറ്റിക്സ് ഓഫ് നമ്പേഴ്സ് ആണ് നമ്മളെന്ന് പറഞ്ഞത്. ഇപ്പോൾ കൂട്ടുക, കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുകയായിരുന്നു. അതിൽ സൈൻഡ് ഡാറ്റയുടെ കാര്യം പറയാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ കുട്ടപ്പൻ്റെ കാര്യം പറഞ്ഞു. അതായത് ഇങ്ങോട്ട് ചാടുന്നു, അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സുഖകരമായിട്ട് പറഞ്ഞു തന്നു. അതിൽ നിന്ന് നിങ്ങൾക്കൊരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ, ഒരു ചിത്രീകരണം നിനക്ക് നൽകാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അടുത്തത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, രണ്ടും സെയിം സൈനായിട്ട് നമ്മൾ അഡീഷനോ സബ്ട്രാക്ഷനോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നടക്കുക എന്താണ്? എയിൽ നിന്ന് ബി നാം കൂട്ടാൻ നേരത്ത് രണ്ടിനും സെയിം സൈൻ ആയ കാരണം ഉത്തരത്തിനും അതേ സൈൻ വന്നു. ഇവിടെ രണ്ടും നെഗറ്റീവ് സൈൻ ആയ കാരണം ഉത്തരത്തിനും സെയിം നെഗറ്റീവ് സൈൻ വന്നു. ഓക്കെ, ആ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പം സെയിം സൈൻ ആണെങ്കിൽ രണ്ടും തമ്മിൽ കൂട്ടുക, ആ സെയിം സൈൻ അങ്ങോട്ട് ഉത്തരത്തിന് വിട്ടുകൊടുക്കുക. പിന്നെ രണ്ടിനും വിപരീത സൈനുകളായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവും വിപരീത സൈനുകളാണെങ്കിൽ രണ്ടും തമ്മിൽ കുറയ്ക്കുക. എന്തായാലും കുറച്ച് കിട്ടുന്ന ഉത്തരത്തിന് സൈനായിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാ വലിയ നമ്പറിൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. വലിയ നമ്പർ ഏതാണ്? പേ ആണ് വലുതെങ്കിൽ എയുടെ സൈൻ ഇട്ട് കൊടുക്കുക, ബി ആണ് വലുതെങ്കിൽ ബിയുടെ സൈൻ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ വന്നു. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അഡീഷനാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്, രണ്ടും സെയിം സൈൻ ആണെങ്കിൽ നടക്കുക എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുക, പോസിറ്റീവ് സൈൻ ഇട്ട് കൊടുക്കുക. രണ്ടിനും വിപരീത ചിഹ്നങ്ങളാണെങ്കിൽ, ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ നമ്മൾ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ചിഹ്നമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ആ മൈനസ് സൈനാണ്. ഓക്കെ, അപ്പോൾ ഡിവിഷനിലും അതേപോലെ തന്നെ, മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഡിവിഷനിലും. അപ്പോൾ കാര്യങ്ങളൊക്കെ മൊത്തം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻസിലൂടെ ഈ കാര്യങ്ങൾ മൊത്തം ക്ലിയർ ആവും. ഓക്കെ.